So we had started actually discussing about the algorithm and the data structures for a linking loader. Okay, so basically, what happens is നമ്മളിപ്പം ഏത് സാധനം യൂസ് ചെയ്യണമെങ്കിലും അതിന് ബേസിക് ആയിട്ടുള്ള ഡേറ്റ സ്ട്രക്ചേഴ്സും വേണം, അതിൻ്റെതായിട്ടുള്ള അൽഗോരിതം വേണം. And we are saying this in terms of SIC bar XC machines because I told you in the case of SIC machines our memory capacity കുറവാണ്, whereas in SIC bar XC machine memory capacity കൂടുതലാണ്. memory capacity കൂടുതലാകുമ്പോൾ നമുക്ക് കൂടുതൽ നമ്പർ ഓഫ് പ്രോഗ്രാംസിനെ ലോഡ് ചെയ്യാൻ പറ്റും. കൂടുതൽ നമ്പർ ഓഫ് പ്രോഗ്രാംസിനെ ലോഡ് ചെയ്യുമ്പോൾ അവിടെ ഒരു വരുന്ന പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മൾ എഴുതുന്ന പ്രോഗ്രാമിന്റെ സ്റ്റാർട്ടിംഗ് അഡ്രസ് ആ പറയുന്ന അഡ്രസ്സിലോട്ടായിരിക്കില്ല നമുക്ക് മെമ്മറിയിൽ ആ പെർട്ടിക്കുലർ അഡ്രസ് തന്നെ കിട്ടണമെന്നില്ല. യു വിൽ ഹാവ് ടു റീലൊക്കേറ്റ് ദ പ്രോഗ്രാം ടു എ ന്യൂ പ്ലേസ്. എവിടെയാണ് നമുക്ക് സ്ഥലം ഉള്ളത് മെമ്മറിയിൽ, അവിടെ വേണം നമ്മൾ ഈ പ്രോഗ്രാമിനെ ലോഡ് ചെയ്യേണ്ടത്, അല്ലേ? അവിടെയാണ് നമ്മൾ അതിനെ ലോഡ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ റീലൊക്കേറ്റ് ചെയ്ത് ലോഡ് ചെയ്യേണ്ടത്. അപ്പം അവിടെയാണ് നമുക്ക് ഈ ലിങ്കിങ് ലോഡറിന്റെ സഹായം വേണ്ടത്. സോ ബേസിക്കലി നമ്മൾ ലിങ്കിങ് ലോഡർ ഇതിനും രണ്ട് പാസ് ഉണ്ട്, പാസ് 1 ആൻഡ് പാസ് 2. പാസ് 1 അത് ചെയ്യണമെന്ന് പറഞ്ഞാൽ ഏതെല്ലാം എക്സ്റ്റേണൽ സിമ്പിൾസ് ആണ് അതിനെ കണ്ടുപിടിക്കും. ഓക്കെ, വിച്ച് ഓൾ എക്സ്റ്റേണൽ സിമ്പിൾസ് ഉണ്ട് അതിനെല്ലാം കണ്ടുപിടിക്കും. രണ്ടാമത്തെ പാസിലാണ് ആക്ച്വൽ നമുക്ക് ആവശ്യമുള്ള റീലൊക്കേഷനും ലോഡിങ്ങും ലിങ്കിങ്ങും എല്ലാം നമുക്ക് ചെയ്ത് കിട്ടുന്നത്. ദാറ്റ് ഇസ് ഇൻ ദ പാസ് 2. Okay, so we had also discussed about the data structures. Data structure ഇവിടെ മെയിൻ ആയിട്ട് നമ്മൾ നോർമലി ഒരു സിമ്പിൾ ടേബിൾ യൂസ് ചെയ്യുന്ന പോലെ ഇവിടെയും വേറൊരു സിമ്പിൾ ടേബിൾ യൂസ് ചെയ്തിട്ടുണ്ട്. ദാറ്റ് ഇസ് said to be called as the external symbol table, or അതിനെ നമ്മൾ പേര് വിളിക്കുന്നത് STAB എന്നാണ് വിളിക്കുന്നത്. Okay, it is making use of നമ്മൾ ലോഡർ യൂസ് ചെയ്യുന്ന ഒരു ഡേറ്റ സ്ട്രക്ചർ ആണ്. അസംബ്ലർ യൂസ് ചെയ്യുന്ന സിമ്പിൾ ടേബിൾ ആണ്. നമ്മൾ ലിങ്കിങ് ലോഡർ യൂസ് ചെയ്യണത് ഏതാണ്? ഇറ്റ് ഇസ് said to be called as the external symbol table. That is called as STAB എന്ന് പറഞ്ഞ ടേബിൾ ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ STABിൽ നമ്മൾ എന്തെല്ലാം സ്റ്റോർ ചെയ്യും? യു ക്യാൻ സീ ദ ഒരു പിക്ചർ ഞാൻ വെച്ചിട്ടുണ്ട്. അതിൽ എന്തെല്ലാം ഇൻഫർമേഷൻ വെച്ചിട്ടുണ്ട്? 4 ഇൻഫർമേഷനാണ് ഞാൻ വെച്ചിട്ടുള്ളത്. 1 is said to be കൺട്രോൾ സെക്ഷനിന്റെ പേര്, ഏതെല്ലാം ഓരോ കൺട്രോൾ സെക്ഷന്റെ പേര് എഴുതിയിട്ടുണ്ട്. ആ ഓരോ കൺട്രോൾ സെക്ഷനിൽ ഏതെല്ലാം സിമ്പിൾസ് വന്നിട്ടുണ്ട് അതാണ് നമ്മൾ രണ്ടാമത്തെ കോളമിൽ സ്പെസിഫൈ ചെയ്തിട്ടുണ്ട്. മൂന്നാമത്തെ കോളത്തിൽ we are giving address of each control section as well as the variables in that control sectionന്റെ അഡ്രസ് എന്താണ്. ആൻഡ് പിന്നെ അവസാനം നമ്മൾ കാണിക്കുന്നത് ആ കൺട്രോൾ സെക്ഷന്റെ ലെങ്ത് എന്താണ്, അതാണ് നമ്മൾ കാണിച്ചിട്ടുള്ളത്. അപ്പം ഇതൊക്കെ ഫസ്റ്റില് നമ്മൾ വാട്ട് ഓൾ ഡേറ്റ സ്ട്രക്ചേഴ്സ് ആണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മൾ യൂസ് ചെയ്യുന്ന ഡേറ്റ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ STAB എന്ന് പറയുന്ന ഒരു ഡേറ്റ സ്ട്രക്ചറാണ്. അതിലുള്ള കണ്ടന്റ്സ് ഏതാണെന്ന് നമ്മളിപ്പം ഡിസ്കസ് ചെയ്തതേ ഉള്ളൂ. നമ്മളിപ്പം പഠിക്കുമ്പം നമ്മൾ എന്താ പറയുക, അൽഗോരിതം പഠിക്കുമ്പം നമുക്ക് 2 എക്സ്ട്രാ വേരിയബിൾസ് കൂടി നമ്മൾ അതിൽ കാണും. 1 is said to be called as the PROG, okay, program address, okay, program ADDR, and രണ്ടാമത്തെ പറഞ്ഞാൽ CSADDR. CS stands for control section address. Okay, അപ്പം ഇതെന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു പ്രോഗ്രാം മൊത്തം ഒരു പ്രോഗ്രാം എടുക്കുമ്പം അതിന് നമ്മൾ മെമ്മറിയിൽ എവിടെ നിന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് എവിടെയാണ് ഏത് പെർട്ടിക്കുലർ പൊസിഷനിലാണ് നമ്മൾ ലോഡ് ചെയ്യാൻ പോകുന്നത്, ഫ്രം വിച്ച് പൊസിഷൻ ആർ വി ഗോയിങ് ടു സ്റ്റാർട്ട് ലോഡിങ് ദ പ്രോഗ്രാം, അതാണ് നമ്മൾ പ്രോഗ്രാം അഡ്രസ്. ആ അഡ്രസ് എപ്പോഴും നമുക്ക് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. നമ്മൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റം നമുക്ക് പറഞ്ഞു തരും, ഓക്കെ മെമ്മറിയിൽ ഇവിടെ സ്ഥലം ബാക്കിയുണ്ട്, അവിടെ വേണമെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രോഗ്രാമിനെ ലോഡ് ചെയ്യാം. സോ ആ സ്റ്റാർട്ടിംഗ് അഡ്രസ് ആണ് പ്രോഗ് ADDRൽ നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കണം. പിന്നെ നമ്മളെ പ്രോഗ്രാമിൽ ഓരോ കൺട്രോൾ സെക്ഷന് ഒരു അഡ്രസ് കാണും, അല്ലെ? ഓരോ കൺട്രോൾ സെക്ഷന് അഡ്രസ് കാണും. ഇപ്പൊ ഫസ്റ്റ് ഞാൻ പ്രോഗ് A പറഞ്ഞ കൺട്രോൾ സെക്ഷൻ ആയിരിക്കും എഴുതുന്നത്, അതിനൊരു അഡ്രസ് കാണും. ഞാൻ പ്രോഗ്രാം എഴുതുമ്പോൾ അതിനൊരു അഡ്രസ് കൊടുത്തിട്ടാണ് ഞാൻ എഴുതുന്നത്. ബട്ട് അതിനെ ഞാൻ എന്താ ചെയ്യേണ്ടത്? ആ പറഞ്ഞ അഡ്രസ്സിൽ തന്നെ ലോഡ് എനിക്ക് ചെയ്യാൻ പറ്റത്തില്ല, കാരണം ഓൾറെഡി അവിടെ എന്തോ പ്രോഗ്രാം ഇരിക്കുകയാണ്. അപ്പൊ ഈ കൺട്രോൾ സെക്ഷന്റെ അഡ്രസ്സിന് ഞാൻ എന്ത് ചെയ്യും? എൻ്റെ വിത്ത് റെസ്പെക്ട് ടു ദ സ്റ്റാർട്ടിംഗ് അഡ്രസ് ഓഫ് മൈ പ്രോഗ്രാം ഞാൻ അതിനെ റീലൊക്കേറ്റ് ചെയ്താണ് കൊടുക്കുന്നത്. വാട്ട് ഡു ഐ ഡു? ഐ റീലൊക്കേറ്റ്. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ നിങ്ങൾ എക്സാം എഴുതാൻ വേണ്ടി എക്സാം ഹാളിൽ പോകുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ഇപ്പൊ റോൾ നമ്പർ 1, ഓക്കെ, റോൾ നമ്പർ 1 നിങ്ങൾക്ക് അറിയാം നിങ്ങളുടെ റോൾ നമ്പർ ഏതാണ്. ഓക്കെ, യു ഓൾ നോ യുവർ റോൾ നമ്പേഴ്സ് 1 2 3 4 5. ഇപ്പൊ ക്ലാസ് റൂമിൽ പോകുമ്പോൾ ഇപ്പം S5 ആൻഡ് S7 സ്റ്റുഡൻസ് ആർ സിറ്റിംഗ് ടുഗെദർ. അപ്പൊ നമ്മൾ പറയുന്നത് S7ന്റെ സ്റ്റുഡൻസ് കഴിഞ്ഞിട്ട് വേണം S5 സ്റ്റുഡൻസ് ഇരിക്കേണ്ടത്.
ആൻഡ് പിന്നെ S7 സ്റ്റുഡൻസിന്റെ ലാസ്റ്റ് കുട്ടി എവിടെ ഇരിക്കണം ആ പൊസിഷൻ പറഞ്ഞിട്ട് അത് ശേഷമാണ് നമ്മൾ S5 സ്റ്റുഡന്റ് ഇരിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ആ പൊസിഷൻ മുതലല്ല റൂൾ നമ്പർ 1, റൂൾ നമ്പർ 2, റൂൾ നമ്പർ 3 ഇരിക്കേണ്ടത്. അല്ല, യു റീലൊക്കേറ്റിംഗ് ടു എ ന്യൂ പൊസിഷൻ, ഓക്കെ, ബട്ട് യു ആർ മെയിൻറ്റെയിനിങ് ദാറ്റ് സീക്വൻസ്. അല്ലെ, നിങ്ങൾ ആ കറക്റ്റ് റോൾ നമ്പറിന്റെ അനുസരിച്ചാണ് നിങ്ങൾ ഇരിക്കുന്നത്. ബട്ട് നിങ്ങൾ പോയി വേറൊരു പൊസിഷൻ, നിങ്ങൾ സ്റ്റാർട്ടിംഗ് ലൊക്കേഷന്റെ പകരം വേറൊരു പൊസിഷനിൽ നിന്നായിരിക്കും നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യണം. ദാറ്റ് ഇസ് വാട്ട് ഇസ് മെന്റ് ബൈ ദിസ് CSADDR എന്ന് ഉദ്ദേശിക്കുന്നത്. So let us look into the first pass. First pass in the algorithm നമുക്കുണ്ട്. It's very easy. Before we go into it, we'll just read what the points are. അതിൽ കുറച്ച് പോയിന്റ്സ് പറഞ്ഞിട്ടുള്ളത്, ഡ്യൂറിങ് ഫസ്റ്റ് പാസ് ലോഡർ എന്താ ചെയ്യണം, ലോഡർ ആകെപ്പാടെ 2 കാര്യത്തിലാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. One is said to be called as the header and the other is said to be called as a define. Okay, നമ്മൾ ഈ 2 റെക്കോർഡ്സിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. One is said to be called as the header and the other is said to be called as a define. അപ്പൊ നിങ്ങൾ നേരത്തെ നമ്മൾ പ്രോഗ്രാം ഞാൻ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. വെൻ വി റോട്ട് ദ ഒബ്ജക്ട് പ്രോഗ്രാം എഴുതിയപ്പം ഹെഡർ റെക്കോർഡ്, യു ഹാവ് യുവർ ഡിഫൈൻഡ് റെക്കോർഡ്, ഓക്കെ, ദെൻ യു ഹാവ് യുവർ റെഫറൻസ് റെക്കോർഡ്, യു ഹാവ് യുവർ ടെക്സ്റ്റ് റെക്കോർഡ്, യുവർ മോഡിഫിക്കേഷൻ റെക്കോർഡ് ആൻഡ് ദി എൻഡ് റെക്കോർഡ്. അപ്പൊ നമ്മൾ ഇവിടെ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് നമ്മൾ ഫസ്റ്റ് പാസിന് ഏതാണ് കൊടുക്കുന്നത്, വി ഗിവ് ഇമ്പോർട്ടൻസ് ടു ദി ഹെഡർ ആൻഡ് ദ ഡിഫൈൻഡ് റെക്കോർഡ് ഓരോ കൺട്രോൾ സെക്ഷനുണ്ട്. ഓക്കെ, ഫസ്റ്റ്ലി നമ്മൾ എന്താ ചെയ്യണേ, prog addr എന്ന് പറഞ്ഞാൽ the beginning load address, okay, the beginning load address for the linked program is obtained from the OS operating system. നിന്ന് നമുക്ക് ഈ പ്രോഗ്രാം എവിടെയാണ് ലോഡ് ചെയ്യാനുള്ള ആ അഡ്രസ് നമുക്ക് കിട്ടും. ആ അഡ്രസ് നമ്മൾ ഏത് വേരിയബിളാണ് സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത്, prog addr ആണ് സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത്. പിന്നെ നമ്മളെ ഫസ്റ്റ് കൺട്രോൾ സെക്ഷൻ, ഇപ്പൊ ഞാൻ പറഞ്ഞു നമ്മുടെ പ്രോഗ്രാമിൽ ഒരു കൺട്രോൾ സെക്ഷൻ അല്ല, മൾട്ടിപ്പിൾ കൺട്രോൾ സെക്ഷൻസ് കാണും. ഓരോ കൺട്രോൾ സെക്ഷൻസിന് 1 by 1 ആയിട്ടാണ് നമ്മൾ ഹാൻഡിൽ ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് കൺട്രോൾ സെക്ഷന്റെ അഡ്രസ് എന്താണ്, സ്റ്റാർട്ടിംഗ് അഡ്രസ് എന്താണ്, അത് നമ്മൾ എവിടെയാണ് സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുള്ളത്, ഇറ്റ് ഇസ് സ്റ്റോർഡ് ഇൻ CSADDR. ഓക്കെ, അപ്പോൾ ഈ 2 വേരിയബിൾസിന്റെ വാല്യൂസ് നമുക്ക് കിട്ടിക്കഴിഞ്ഞു. അത് കിട്ടിയ ശേഷം നമ്മൾ എന്താ ചെയ്യുന്നത്, നമ്മൾ ഇപ്പം പറഞ്ഞ ഡേറ്റ സ്ട്രക്ചർ ഉണ്ടല്ലോ, ഓക്കെ, വി ഹാവ് ഗോട്ട് എ ഡേറ്റ സ്ട്രക്ചർ വിച്ച് ഇസ് said to be called as the STAB, which we had discussed here. അല്ലെ, അതിൽ നമ്മൾ എന്താ സ്റ്റോർ ചെയ്യുന്നത്, ഇറ്റ് ഇസ് അതിൽ നമ്മൾ വി ആർ സ്റ്റോറിങ് ദിസ് CSADDR. ഓക്കെ, ഈ കൺട്രോൾ സെക്ഷന്റെ നമ്മൾ അഡ്രസ്, ഇപ്പം prog A ആണ് എൻ്റെ ഫസ്റ്റ് കൺട്രോൾ സെക്ഷൻ ആണെങ്കിൽ അതിന്റെ സ്റ്റാർട്ടിംഗ് അഡ്രസ് എന്താണ്, അതിന് ഞാൻ അവിടെ സ്റ്റോർ ചെയ്ത് വെക്കും. അത് കഴിഞ്ഞിട്ട് all the external symbols appearing in the defined record for the control section are also entered into the STAB. അവർ പറയുന്നത് ആ ഒരു പെർട്ടിക്കുലർ നമ്മളുടെ എന്താ പറയുക കൺട്രോൾ സെക്ഷനിൽ പറഞ്ഞ ഏതെല്ലാം ഡിഫൈൻഡ് റെക്കോർഡിൽ പറഞ്ഞിട്ടുള്ള സിമ്പിൾസ് ഉണ്ട് അതൊക്കെ നമ്മൾ എവിടെ ഇടും, അതും നമ്മൾ എസ്റ്റാബിലാണ് നമ്മൾ ഇടുന്നത്. Their addresses are obtained by adding the value specified in the defined record to the CSADDR. അപ്പോൾ ഇവിടെ if you see here, okay, now if you see here, നമ്മൾ ഡിഫൈൻഡ് റെക്കോർഡിൽ നമുക്ക് ഏതെല്ലാം സിമ്പിൾസ് ഉണ്ട്, we have list A and end A. അപ്പോൾ നമുക്ക് ഇവിടെ റെഫർ ചെയ്ത സിമ്പിൾസ് ഏതെല്ലാം ഉണ്ട്, എക്സ്റ്റേണൽ സിമ്പിൾസ് ഏതെല്ലാം ഉണ്ട്, ലിസ്റ്റ് A ഉണ്ട്, end A ഉണ്ട്. ലിസ്റ്റ് എയുടെ അഡ്രസ് എന്താ തന്നിട്ടുള്ളത്, ഇറ്റ് ഇസ് സെറ്റ് ടു ബി വിത്ത് റെസ്പെക്ട് ടു ദ സ്റ്റാർട്ടിംഗ് അഡ്രസ്, ഇറ്റ് ഇസ് സെറ്റ് ടു ബി 40 ആൻഡ് വിത്ത് റെസ്പെക്ട് ടു ദ സ്റ്റാർട്ടിംഗ് അഡ്രസ് എൻ്റെ വാല്യൂ 0054 ആണ് തന്നിട്ടുള്ളത്. ബട്ട് നമ്മൾ ഇതിന്റെ ലോഡ് എവിടെയാണ് ചെയ്യുന്നത്, prog A is set to be loaded at the address 4000 ആണെങ്കിൽ നമ്മളുടെ ലിസ്റ്റ് എവിടെയായിരിക്കും സ്റ്റോർ ആവേണ്ടത്, 4000 plus 40 അതാണ് 4040 സ്റ്റോർ ആവുന്നത്. എൻ്റെ വാല്യൂ എന്താണ്, വിത്ത് റെസ്പെക്ട് ടു സ്റ്റാർട്ടിംഗ്, ഇവിടെ സ്റ്റാർട്ടിംഗ് എന്തായിരുന്നു, ഓൾ സീറോസ് ആയിരുന്നു, ബട്ട് ഇവിടെ സ്റ്റാർട്ടിംഗ് എന്താണ് 4000 ആണ്. അപ്പം ഈ വിത്ത് റെസ്പെക്ട് ടു 0 ഇറ്റ് ഇസ് സെറ്റ് ടു ബി 54, with respect to 4000 എത്ര ആയിരിക്കും, 4000 plus 54, that is set to be 4054, that is set to be 4054. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്താ ചെയ്യണമെന്ന് പറഞ്ഞാൽ we calculate the total length of our control section and store it in this particular value. So when the end record is read, the control section length which was saved from the header record is added to the CSADDR. ഓക്കെ, നമ്മൾ ആ അഡ്രസ്സിനെ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ CSADDRന്റെ കൂടെ നമ്മൾ ആഡ് ചെയ്തിട്ടാണ് നമ്മളിവിടെ എഴുതി വെക്കുന്നത്. സോ ദിസ് വിൽ ഗിവ് യു ആക്ച്വലി ദ സ്റ്റാർട്ടിംഗ് അഡ്രസ് ഫോർ ദ നെക്സ്റ്റ് കൺട്രോൾ സെക്ഷൻ. നമ്മൾ അടുത്ത കൺട്രോൾ സെക്ഷന്റെ സ്റ്റാർട്ടിംഗ് അഡ്രസ് ഏത് ലൊക്കേഷനിൽ നിന്ന് സ്റ്റാർട്ട് ആവണം, 4000 plus 0063 ആണ്. ഇറ്റ് ഇസ് ഗിവൻ ആസ് 4063.
Okay, so from 4063, you will start your next control section, which is said to be prog B. Now 4063 plus 007F gives you 40E2. Calculate ചെയ്ത് നോക്കിയാൽ മതി കിട്ടും. Okay, 4063 plus 00F7F ചെയ്യുമ്പോൾ നമുക്ക് 40E2 കിട്ടും. അവിടെ നിന്നായിരിക്കും നമ്മളുടെ മൂന്നാമത്തെ കൺട്രോൾ സെക്ഷൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. So this is how the first pass is said to be, first pass of your linking loader is said to be done. ഇത് ചെയ്ത ശേഷം നമുക്ക് ഔട്ട്പുട്ടിൽ എന്താ കിട്ടുന്നത്? നമ്മൾ ഈ ഫിൽ ചെയ്തിട്ടുള്ള നമ്മളെ എക്സ്റ്റേണൽ സിമ്പിൾ ടേബിൾ ആണ് നമുക്ക് ഔട്ട്പുട്ട് ആയിട്ട് കിട്ടുന്നത്, which has got its control section, which has got the symbol name and it has got the corresponding address. Okay, ഈ അഡ്രസ് കിട്ടിയിട്ടുണ്ട്, പിന്നെ ലെങ്ത് കിട്ടിയിട്ടുണ്ട്. I hope you have understood how you get this address. Okay, ഓരോ സിമ്പിളിന്റെ അഡ്രസ് സ്പെസിഫൈ ചെയ്തിട്ടുണ്ട്. അത് ഡയറക്റ്റ് ആയിട്ട് നമുക്ക് എഴുതാൻ പറ്റത്തില്ല, ബിക്കോസ് ഈ അഡ്രസ് പറഞ്ഞാൽ 00 ലൊക്കേഷന്റെ റെസ്പോണ്ടിങ് ആയിട്ടാണ് തന്നിരിക്കുന്നത്. ബട്ട് നമ്മൾ ആക്ച്വലി അഡ്രസ് എവിടെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്? വി സ്റ്റാർട്ട് ഫ്രം 4000. അതുകൊണ്ടാണ് ഈ 4000 പ്ലസ് 40 ചെയ്ത 4040, 4000 പ്ലസ് 00054 ചെയ്ത ഇത് കിട്ടും. Now this I have shown you only for program A. Okay, control section, which is said to be called as program A. Like that you have to do for program B, you have to do for program C also. Now let us look into the algorithm. The formal algorithm that you have to learn. Okay, so നമ്മൾ ഇവിടെ കാണിച്ചിരിക്കുന്നത് പറഞ്ഞാൽ you are going to begin and this is said to be the end of the pass. So begin നമുക്ക് രണ്ട് വാല്യൂസ് ആണ് നമ്മൾ നോക്കേണ്ടത്. First is you have to know what is the address or which is the location from where you are starting where you are going to load your program. പ്രോഗ്രാമിന് നമ്മൾ എവിടെ ലോഡ് ചെയ്യാൻ പോകുന്നത് അതാണ് നമുക്ക് പ്രോഗ്രാം ADDRൽ കിട്ടുന്നത്. അത് നമുക്ക് എവിടെ നിന്ന് കിട്ടും? ഓപ്പറേറ്റിംഗ് സിസ്റ്റമിൽ നിന്ന് കിട്ടും. Once you get this address from the operating system, നമ്മൾ ഫസ്റ്റ് കൺട്രോൾ സെക്ഷന്റെ അഡ്രസ് എന്തായിരിക്കും? അത് തന്നെ ആയിരിക്കും പ്രോഗ് ADDRന്റെ അഡ്രസ് തന്നെ നമ്മൾ ഫസ്റ്റ് കൺട്രോൾ സെക്ഷന്റെ അഡ്രസ് ആയിട്ട് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റുന്നത്. പിന്നെ നമ്മൾ വായിക്കുന്ന ഇൻപുട്ട്. ഓക്കെ, ദിസ് ഇൻപുട്ട് ഇസ് ലൈക്ക് യു ഹാവ് ഡിഫറെന്റ് കൺട്രോൾ സെക്ഷൻസ്. അപ്പം ഓരോ കൺട്രോൾ സെക്ഷൻസിനാണ് നമ്മൾ കൺസിഡർ ചെയ്യാൻ പോണേ. നമ്മൾ ഇൻപുട്ടിന്റെ അവസാനം എത്തുന്ന വരെ യു ഹാവ് ടു ഡു ദീസ് മെനി സ്റ്റെപ്സ്. എന്താ പറഞ്ഞിട്ടുള്ളത്? ഫസ്റ്റ് യു ഹാവ് ടു റീഡ് ദ നെക്സ്റ്റ് ഇൻപുട്ട് റെക്കോർഡ്. നമ്മൾ കൺട്രോൾ സെക്ഷന്റെ ഹെഡർ റെക്കോർഡ് ആയിരിക്കും നമ്മൾ റീഡ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ എന്താ ചെയ്യുന്നത്? യു ഹാവ് ടു സെറ്റ് ദ കൺട്രോൾ സെക്ഷൻ ലെങ്ത്. അതിന്റെ കൺട്രോൾ സെക്ഷൻ ലെങ്ത് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കണം. പിന്നെ നമ്മളുടെ എക്സ്റ്റേണൽ സിമ്പിൾ ടേബിളിൽ നമ്മൾ സെർച്ച് ചെയ്യണം ആ പറഞ്ഞ കൺട്രോൾ സെക്ഷൻ പേരുള്ള, ഇപ്പം പ്രോഗ് ആണ് എൻ്റെ കൺട്രോൾ സെക്ഷൻ, ഓൾറെഡി അത് ഉണ്ടോ ഇല്ലേ എന്ന് ഞാൻ കണ്ടുപിടിക്കണം. അത് ഓൾറെഡി ഉണ്ടെങ്കിൽ ഞാൻ അവിടെ എന്ത് പറയണം? അയ്യോ, ഇറ്റ് ഇസ് ദാറ്റ് മീൻസ് രണ്ടാമത്തെ പ്രാവശ്യം ഞാൻ പിന്നെ പ്രോഗ് തന്നെ ഞാൻ പ്രോസസ് ചെയ്യണം. അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്? ഡ്യൂപ്ലിക്കേറ്റ് എക്സ്റ്റേണൽ സിമ്പിൾ ആണ്. അപ്പൊ ഞാൻ അവിടെ എന്ത് കൊടുക്കണം? ഐ ഹാവ് ടു ഗിവ് എ എറർ ഫ്ലാഗ്. അല്ല, ഫസ്റ്റ് ടൈം ആണ് ഞാൻ ആ സിമ്പിളിനെ കാണുവാണെങ്കിൽ, ഇഫ് ഐ എം സീയിങ് ദ നെയിം ഓഫ് ദ കൺട്രോൾ സെക്ഷൻ ഫോർ ദ ഫസ്റ്റ് ടൈം, what do? I'll enter the name of the control section in my STAB along with whatever is the control section address value. Okay, അതാണ് പ്രോഗ് എന്ന് ഞാൻ എൻ്റർ ചെയ്തിട്ട് അതിന്റെ കൺട്രോൾ സെക്ഷൻ അഡ്രസ്സും കൂടെ ഞാൻ അവിടെ എൻ്റർ ചെയ്ത് കൊടുത്തത്. ഇനി ഞാൻ എന്താ ചെയ്യേണ്ടത്? വൺസ് യു ഗോട്ട് ദ ഹെഡർ റെക്കോർഡ് പ്രോസസ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് അടുത്ത ഏതാണ് റെക്കോർഡ് എനിക്ക് ശ്രദ്ധിക്കേണ്ടത്? ഡിഫൈൻഡ് റെക്കോർഡാണ് എനിക്ക് നോക്കേണ്ടത്, ഡി റെക്കോർഡാണ് ഞാൻ നോക്കേണ്ടത്. So I'll start processing the remaining records. Okay, until I don't reach the end record, I'll read the next record and I'll check whether it is said to be a D record. Okay, until I don't reach the end record, what do? I'll read the first record. Okay, and the next record. അത് കഴിഞ്ഞിട്ട് അതിന്റെ പേര് D ആണോ എന്ന് ഞാൻ നോക്കും. D record ആണെങ്കിൽ ഞാൻ എന്താ ചെയ്യേണ്ടത്? For each symbol in the record. Okay, that is D record ഓരോ symbol, that is list A ഉണ്ട്, end A ഉണ്ട്. അപ്പോൾ ഓരോ സിമ്പിളിന് വേണ്ടി ഞാൻ എന്താ ചെയ്യേണ്ടത്? ഓരോ സിമ്പിളിന് വേണ്ടി ഇത്രയാണ് പ്രോസസ് ചെയ്യേണ്ടത്. ഫസ്റ്റ് ഓഫ് ഓൾ എസ്റ്റാബിൽ നോക്കണം ആ സിമ്പിൾ ഉണ്ടോ. ഓക്കെ, യു ഹാവ് ടു ചെക്ക് വെദർ ലിസ്റ്റ് ഇസ് ദെയർ ഇൻ എസ്റ്റാബ്, എൻഡ് ഇസ് ദെയർ ഇൻ എസ്റ്റാബ്. സോ ഫസ്റ്റിൽ ലിസ്റ്റ് എടുത്ത് നമ്മൾ നോക്കും അതിന്റെ പേരുണ്ടോ എസ്റ്റാബിൽ. ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് പറയും? അയ്യോ, ഡ്യൂപ്ലിക്കേറ്റ് ആണല്ലോ, എറർ ഫ്ലാഗ് ആയിട്ട് നമ്മൾ കാണിക്കും. അല്ലെങ്കിൽ നമ്മൾ എന്താ ചെയ്യുന്നത്? നമ്മൾ എസ്റ്റാബിൽ ആ പെർട്ടിക്കുലർ സിമ്പിളിനെ ഞാൻ ഇവിടെ ലോഡ് ചെയ്യും. അതിന്റെ കൂടെ അതിന്റെ അഡ്രസ്സും കൂടെ ഞാൻ എഴുതി വെക്കും. ഈ അഡ്രസ് ആണ് ഇവിടെ എഴുതി വെക്കുന്നത് അല്ല. സോ വാട്ട് എവർ വാസ് മൈ പ്രോഗ് എ അഡ്രസ്, എന്റെ കൺട്രോൾ സെക്ഷനിന്റെ അഡ്രസ് എന്തായിരുന്നു ആ അഡ്രസ്സിനായിരിക്കും ഞാൻ ഏതിന്റെ കൂടെ ആഡ് ചെയ്യുന്നത്? 40യുടെ കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഐ ഗെറ്റ് മൈ അഡ്രസ്. Okay, so that is what is the value that I get. That is the value that I stored here. That is CS and the control section address എന്തായിരുന്നു?
പ്ലസ് എൻ്റെ ഡിഫൈൻഡ് റെക്കോർഡിൽ എന്താണ് അഡ്രസ് പറഞ്ഞിട്ടുള്ളത് ആ അഡ്രസ്സും കൂടെ ആഡ് ചെയ്തിട്ടായിരിക്കും ആ പെർട്ടിക്കുലർ സിമ്പിളിന്റെ അഡ്രസ് ആയിട്ട് ഞാൻ സ്റ്റോർ ചെയ്ത് വെക്കണം. സോ ദിസ് വാസ് ഡൺ ഫോർ യുവർ ലിസ്റ്റ് എ. പിന്നെ നമ്മൾ അടുത്ത ഏതാണ് എൻഡ് എ. എൻഡ് എക്ക് വേണ്ടി ഞാൻ പിന്നെ ഈ പ്രോസസ് റിപ്പീറ്റ് ചെയ്യും. ഓക്കെ, so until I don't reach my end record, or once I've done my defined record, I'll be reading. Okay, I'll be reading. ഞാൻ ടെക്സ്റ്റ് റെക്കോർഡ് കാണും, മോഡിഫിക്കേഷൻ റെക്കോർഡ് കാണും, ബട്ട് അവർക്ക് വേണ്ടി ഞാൻ ഒന്നും ചെയ്യത്തില്ല. അവസാനം ഞാൻ എൻ്റെ എൻഡ് റെക്കോർഡിൽ എത്തുക. ഐ എം റീച്ചിങ് ദി എൻഡ് ഓഫ് മൈ റെക്കോർഡ്. So you have to add this control section length to your control section address. So നമുക്ക് കിട്ടിയിരിക്കുന്ന ഈ ലെങ്ത് ഉണ്ടല്ലോ, ആ ലെങ്ത് ഞാൻ എന്താ ചെയ്യേണ്ടത്, എൻ്റെ ഈ സ്റ്റാർട്ടിംഗ് അഡ്രസ്സിലോട്ട് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കണം. എന്തിനാണ് ആഡ് ചെയ്യണത്? So that begins what that is said to be the starting address of my next control section. The length of my control section is added with my initial address of my control section so as to get the next control section starting address. Okay, അടുത്ത control sectionന്റെ starting address കിട്ടാൻ വേണ്ടിയാണ് ഈ സ്റ്റെപ്പ് ഞാൻ ചെയ്യുന്നത്. So that is the end of your first pass. That is said to be the end of your first pass. വേറെ ഒന്നും നമ്മൾ ചെയ്യണില്ല. നമ്മൾ ആകെപ്പാടെ രണ്ട് വേരിയബിൾസിനെ ഇനീഷ്യലൈസ് ചെയ്ത് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് കൺട്രോൾ സെക്ഷന്റെ ലെങ്ത് നമ്മൾ എഴുതുക. പിന്നെ നമ്മൾ എക്സ്റ്റേണൽ സിമ്പിൾ ടേബിളിൽ നമ്മൾ ഫസ്റ്റ് റെക്കോർഡ് ഹെഡർ റെക്കോർഡ് കാണുമ്പോൾ നമ്മൾ ലെങ്ത്തിന് സെറ്റ് ചെയ്ത് കൊടുക്കണം. അതിൻ്റെ അഡ്രസ്സ് നമ്മൾ എഴുതി വെക്കണം CSADDR. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഓരോ റെക്കോർഡ് പ്രോസസ്സ് ചെയ്യുമ്പോൾ നമുക്ക് ഓൺലി ഡി റെക്കോർഡാണ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. ഡി റെക്കോർഡിലുള്ള ഓരോ സിമ്പിളിന് വേണ്ടി ഞാൻ എന്ത് ചെയ്യണം, ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടോ ഇല്ലെന്ന് ഞാൻ ചെക്ക് ചെയ്യണം. ഡ്യൂപ്ലിക്കേറ്റ് ഇല്ലെങ്കിൽ അതിന് ഞാൻ എസ്റ്റാബ്ലിഷ് എൻ്റർ ചെയ്യണം. കറസ്പോണ്ടിങ് ആയിട്ട് അതിൻ്റെ അഡ്രസ്സും കൂടെ ഞാൻ പ്രൊവൈഡ് ചെയ്യണം. അഡ്രസ് എപ്പോഴും നമ്മൾ എങ്ങനെയാണ് കൊടുക്കുന്നത്, ഇറ്റ് ഇസ് വിത്ത് റെസ്പെക്ട് ടു ദ കൺട്രോൾ സെക്ഷൻ അഡ്രസ്. പ്ലസ് അതിൽ സ്പെസിഫൈ ചെയ്തിട്ടുള്ള അഡ്രസ്സിനെ നമ്മൾ ആഡ് ചെയ്യുമ്പോൾ അതിന് കറക്റ്റ് ആയിട്ടുള്ള ആ സിമ്പിളിന്റെ അഡ്രസ് നമുക്ക് കിട്ടുന്നത്. ആൻഡ് അവസാനം നമ്മൾ എന്താ ചെയ്യണം, അടുത്ത നമ്മളുടെ കൺട്രോൾ സെക്ഷൻ ദാറ്റ് ഇസ് പ്രോഗ് ബിയുടെ സ്റ്റാർട്ടിംഗ് അഡ്രസ് നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്, വാട്ട് എവർ വിസ് ദ CSADDR അതിന്റെ കൂടെ നമ്മൾ എന്ത് ആഡ് ചെയ്ത് കൊടുക്കും, കറന്റ് ആയിട്ടുള്ള കൺട്രോൾ സെക്ഷന്റെ അഡ്രസ് ആണ്. ദാറ്റ്സ് 4000 + 63 ആഡ് ചെയ്യുമ്പോൾ 4063 നമുക്ക് കിട്ടും. ഓക്കെ, അത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെയും നമ്മൾ നോക്കുവാണ്, നമ്മൾ എൻഡ് ഓഫ് ഫയൽ ആയല്ലോ, പിന്നെയും വി ആർ ഗോയിങ് ടു റിപ്പീറ്റ്. ദാറ്റ് ഇസ് അടുത്ത കൺട്രോൾ സെക്ഷനിന്റെ ഹെഡർ റെക്കോർഡ് എടുക്കും. അതിന്റെ കൺട്രോൾ സെക്ഷൻ ലെങ്ത് അതിൽ നമുക്ക് സ്പെസിഫൈ ചെയ്തിട്ടുണ്ട്, അത് എഴുതും. പിന്നെ അതിന്റെ നമ്മൾ എന്താ ചെയ്യണം, ആ പേര്, ആ കൺട്രോൾ സെക്ഷന്റെ പേര് എസ്റ്റാബ്ലിഷ് ഉണ്ടോ നമ്മൾ ചെക്ക് ചെയ്യും. ഉണ്ടെങ്കിൽ ഡ്യൂപ്ലിക്കേറ്റ്, അല്ലെങ്കിൽ അതിന്റെ പേര് നമ്മൾ ലോഡ് ചെയ്യും. ലോഡ് ചെയ്ത ശേഷം അടുത്ത റെക്കോർഡ് നമ്മൾ നോക്കും. പിന്നെ അത് കണ്ടിട്ട് ആ കൺട്രോൾ സെക്ഷന്റെ ഡി റെക്കോർഡ് നമ്മൾ നോക്കും. ലൈക്ക് ദിസ് ദ പ്രോസസ് കണ്ടിന്യൂസ് ഫോർ ഓൾ ദ കൺട്രോൾ സെക്ഷൻസ് ദാറ്റ് ഇസ് ദെയർ ഇൻ യുവർ ഇൻപുട്ട് പ്രോഗ്രാം. ഫോർ ഓൾ ദ കൺട്രോൾ സെക്ഷൻസ് ദാറ്റ് ഇസ് ദെയർ ഇൻ യുവർ ഇൻപുട്ട് പ്രോഗ്രാം. Now next we are going to study about pass 2. First pass കഴിഞ്ഞു. ഇനി നമുക്ക് എന്താ നോക്കേണ്ടത്, we have to bother about the pass 2. Pass 2 എന്ന് പറയുമ്പോൾ അത് നമുക്ക് എന്തെല്ലാം ഉണ്ട്, that is the time when you perform the actual loading. നമ്മൾ എന്താ ചെയ്യുന്നത്, നമ്മൾ 3 പ്രോസസ്സാണ് പാസ് 2ൽ നടക്കാൻ പോകുന്നത്. നമുക്ക് പ്രോഗ്രാമിനെ മെമ്മറിയിലോട്ട് ലോഡ് ചെയ്യണം, അതിനെ റീലൊക്കേറ്റ് ചെയ്യണം, പിന്നെ ബാക്കിയുള്ള കൺട്രോൾ സെക്ഷൻസിന്റെ കൂടെ ലിങ്ക് ചെയ്യണം. നമ്മൾ ഇൻപുട്ട് പ്രോഗ്രാമിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്, നമുക്ക് അതിനെ ലോഡ് ചെയ്യണം. ഓക്കെ, ലോഡ് ചെയ്യുമ്പം നമുക്ക് അതിനെ അതേ സ്ഥലത്ത് തന്നെ ലോഡ് ചെയ്യാൻ പറ്റത്തില്ല. യു ഹാവ് ടു റീലൊക്കേറ്റ് ഇറ്റ്, ആൻഡ് ആഫ്റ്റർ റീലൊക്കേറ്റിംഗ് ഇറ്റ് വാട്ട് യു ഹാവ് ടു ഡു, യു ഹാവ് ടു ലിങ്ക് ഇറ്റ് വിത്ത് ദി അതർ libraries or other subroutines or other control sections of the program. അപ്പോൾ ഇതിൽ നമുക്ക് അറിയാം control section CSADDR it is initially it is said to be holding the starting address of the current control section currently being loaded. അപ്പോൾ നമ്മൾ ഏത് പെർട്ടിക്കുലർ കൺട്രോൾ സെക്ഷൻ നമ്മൾ ലോഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതിന്റെ അഡ്രസ് ആയിരിക്കും എവിടെ കാണുന്നത്, ഇറ്റ് ഇസ് സെഡ് ടു ബി ദേർ ഇൻ യുവർ CSADDR. അതിൽ ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഹെഡർ റെക്കോർഡും നമ്മൾ ഡിഫൈൻഡ് റെക്കോർഡ് ഓർ റെഫർ റെക്കോർഡ് അതൊന്നും നോക്കത്തില്ല. നൗ വി ആർ ഗോയിങ് ടു ബി ബോതേർഡ് ഓൺലി അബൌട്ട് ദ ടെക്സ്റ്റ് റെക്കോർഡ്. എന്താണ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, നമ്മൾ ഈ പ്രോഗ്രാം ഇത് നോക്കുമ്പം ഇനി നമുക്ക് ഈ 3 വേണ്ട. ഇനി നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓരോ കൺട്രോൾ സെക്ഷന്റെ ടെക്സ്റ്റ് റെക്കോർഡും മോഡിഫിക്കേഷൻ റെക്കോർഡ്. പാസ് 2ൽ നമ്മൾ ടെക്സ്റ്റ് റെക്കോർഡും മോഡിഫിക്കേഷൻ റെക്കോർഡ്സ് മാത്രമേ നമ്മൾ നോക്കാറുള്ളൂ. വി ലുക്ക് ആഫ്റ്റർ ദ ടെക്സ്റ്റ് റെക്കോർഡ് ആൻഡ് ദ മോഡിഫിക്കേഷൻ റെക്കോർഡ്.
സോ ആസ് ഈച്ച് ടെക്സ്റ്റ് റെക്കോർഡ് ഇസ് റീഡ്, ഓരോ ടെക്സ്റ്റ് റെക്കോർഡ് നമ്മൾ റീഡ് ചെയ്യുമ്പം അതിന്റെ ഓബ്ജക്ട് കോഡിനെ നമ്മൾ എന്താ ചെയ്യണേ, നമ്മുടെ മെമ്മറിയിൽ പറഞ്ഞ സ്പെസിഫൈഡ് ലൊക്കേഷനിലോട്ടാണ് നമ്മൾ ലോഡ് ചെയ്ത് കൊടുക്കണം. ബ്രാക്കറ്റ്സിൽ ഞാൻ എന്താ എഴുതിയിട്ടുള്ള പ്ലസ് ദ കറന്റ് വാല്യൂ ഓഫ് CS80DR. അതിന്റെ അർത്ഥം എന്താണ്? ഞാൻ നേരത്തെ പറഞ്ഞു, ഇറ്റ് ഈസ് വിത്ത് റെസ്പെക്ട് ടു 000 ലൊക്കേഷൻ നമ്മൾ എന്താ പറഞ്ഞിട്ടുള്ള ഈ ഒരു പെർട്ടിക്കുലർ കോഡ് വാല്യൂ നമ്മൾ പറഞ്ഞിട്ടുള്ളത് അല്ലെ. ഈ കോഡ് വാല്യൂ എവിടെ ലോഡ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ള 20th ലൊക്കേഷനിലാണ് 03 പറഞ്ഞ ബൈറ്റിനെ ലോഡ് ചെയ്യാൻ വേണ്ടി ഞാൻ പറഞ്ഞിട്ടുള്ളത്. ബട്ട് ആക്ച്വലി ഞാൻ സ്റ്റാർട്ട് ആവുന്ന 00 ലൊക്കേഷനിൽ നിന്നാണോ? അല്ല, ഐ എം സ്റ്റാർട്ടിംഗ് ഫ്രം വിച്ച് ലൊക്കേഷൻ? 4000. അപ്പൊ എന്റെ ഫസ്റ്റ് ടെക്സ്റ്റ് റെക്കോർഡ് എവിടെയായിരിക്കും വരുന്നത്? ഇറ്റ് വിൽ ബി ലോഡഡ് അറ്റ് ലൊക്കേഷൻ 4000 plus 20, that is 4020. അപ്പോൾ 4020ലാണ് ഞാൻ എൻ്റെ ഫസ്റ്റ് ബൈറ്റ് 03നെ ലോഡ് ചെയ്യണം. ഗോട്ട് ഇറ്റ്? നമുക്ക് ഡയറക്റ്റ് ആയിട്ട് 20 ലൊക്കേഷനിൽ ലോഡ് ചെയ്യാൻ പറ്റത്തില്ല, കാരണം എൻ്റെ ഈ കൺട്രോൾ സെക്ഷൻ എവിടെയാണ് ലൊക്കേറ്റ് ചെയ്തിട്ടുള്ള മെമ്മറിയിൽ 4000 ആണ്. അപ്പൊ ഇവിടുത്തെ ഓരോ ടെക്സ്റ്റ് റെക്കോർഡിനെ ലോഡ് ചെയ്യുമ്പോൾ വാട്ട് ഈസ് ദ വാല്യൂ യു ഹാവ് ടു ഹാവ് ഇനീഷ്യൽ നമ്മൾ ആ കൺട്രോൾ സെക്ഷന്റെ അഡ്രസ് എന്താണ് പ്ലസ് ആ ടെക്സ്റ്റ് റെക്കോർഡിൽ സ്പെസിഫൈ ചെയ്ത അഡ്രസ്സിനാണ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. സോ 4000 plus 20 ചെയ്യുമ്പോൾ 4020 ലൊക്കേഷനിലാണ് എൻ്റെ ഫസ്റ്റ് ബൈറ്റ് 03 സ്റ്റോർ ചെയ്യണം. 4021ലാണ് അടുത്ത ബൈറ്റ് 20 ആഡ് ചെയ്യണം. 4022ലാണ് അടുത്ത ബൈറ്റ് 1നെ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കണം. ഓക്കെ, യു കെ നോട്ട് ഡയറക്ട്ലി ലോഡ് 20, യു ഹാവ് ടു ലോഡ് 4000 പ്ലസ് 20th ലൊക്കേഷനിൽ വേണം എൻ്റെ ഫസ്റ്റ് ഓബ്ജക്ട് കോഡിനെ ഞാൻ സ്റ്റോർ ചെയ്യേണ്ടത്. ദാറ്റ് ഇസ് വാട്ട് ഇറ്റ് ഇസ് സെയിങ് ദാറ്റ് പ്ലസ് ദ കറന്റ് വാല്യൂ ഓഫ് ദി CS80DR. ഇനി നമ്മൾ ഇത് ടെക്സ്റ്റ് റെക്കോർഡിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. അടുത്ത നമ്മൾ പറയുന്നത് നമ്മളൊരു മോഡിഫിക്കേഷൻ റെക്കോർഡ്. ഇനി നമ്മൾ ടെക്സ്റ്റ് റെക്കോർഡ് അല്ല, നമ്മൾ മോഡിഫിക്കേഷൻ റെക്കോർഡ് ആണ് നമ്മൾ കാണുവാണെങ്കിൽ, ഓക്കെ, ദ സിമ്പിൾ ഹൂസ് വാല്യൂ ഇസ് ടു ബി യൂസ്ഡ് ഫോർ മോഡിഫിക്കേഷൻ ഇസ് ലുക്ക്ഡ് അപ്പ് ഇൻ ദി എസ്റ്റാക്ക്. അപ്പൊ നമ്മൾ ഇവിടെ നോക്കുമ്പോൾ നമുക്ക് ഇവിടെ മോഡിഫിക്കേഷൻ റെക്കോർഡ്, ഇതെല്ലാം എൻ്റെ മോഡിഫിക്കേഷൻ റെക്കോർഡാണ്. അതിൽ അവർ പറഞ്ഞിട്ടുണ്ട് ഏത് പെർട്ടിക്കുലർ അഡ്രസ് ആണ്, ഏത് പെർട്ടിക്കുലർ അഡ്രസ് ആണ്. ദിസ് അഡ്രസ് ഇസ് ഓൾസോ വിത്ത് റെസ്പെക്ട് ടു വാട്ട് 00 ലൊക്കേഷൻ ആണ്. ബട്ട് ആക്ച്വൽ എന്താണ് 4000 plus 24 ലൊക്കേഷനിൽ, ഓക്കെ, 4000 plus 24 ലൊക്കേഷനിൽ ഇവിടെ യൂസ് ചെയ്ത സിമ്പിൾ എന്താണ്? ലിസ്റ്റ് ബി. ഇവിടെ യൂസ് ചെയ്ത സിമ്പിൾ ഏതാണ്? ലിസ്റ്റ് ബി. അപ്പൊ ഞാൻ എൻ്റെ എസ്റ്റാബിൽ ഞാൻ നോക്കും ലിസ്റ്റ് ബി പറഞ്ഞ സിമ്പിൾ ഉണ്ടോ? ഉണ്ട്. അങ്ങനെയാണെങ്കിൽ അതിന്റെ അഡ്രസ് എന്താ തന്നിട്ടുള്ളത്? 40C3. ഓക്കെ, 40C3 തന്നിട്ടുണ്ട്. അതിന് ഞാൻ എന്താ ചെയ്യേണ്ടത്? 24 പറഞ്ഞ ലൊക്കേഷൻ, ഓക്കെ, 24 പറഞ്ഞാൽ ദിസ് ഇസ് 20, 1, 2, 3, 4. ഓക്കെ, ഇതിന്റെ ബാക്കി ഇത്രയും പൊസിഷനിൽ ഞാൻ എന്താ ചെയ്യേണ്ടത്? ലിസ്റ്റ് ബിയുടെ വാല്യൂ ഇവിടെ ഞാൻ ആഡ് ചെയ്ത് കൊടുക്കും. ലിസ്റ്റ് ബിയുടെ വാല്യൂ ഞാൻ എന്താ ചെയ്യേണ്ടത്? ആഡ് ആണ് ചെയ്ത് കൊടുക്കുന്നത്. വാട്ട് ഇസ് ലിസ്റ്റ് ബി വാല്യൂ? ഇറ്റ് ഇസ് 40C3. So that particular value has to be added here when I see this modification record. ഈ ഒരു മോഡിഫിക്കേഷൻ, ഓരോ മോഡിഫിക്കേഷൻ റെക്കോർഡ് എടുക്കുമ്പോൾ ആ മോഡിഫിക്കേഷൻ റെക്കോർഡിന്റെ അഡ്രസ് എന്ന് പറഞ്ഞാൽ 24 അല്ല, നമുക്ക് എന്താണ് കൺട്രോൾ സെക്ഷൻ? ദിസ് ഇസ് സെഡ് ടു ബി prog A. prog A യുടെ അഡ്രസ് എന്താണ്? 4000. 4000 plus 24 ചെയ്യുമ്പോൾ 4024 ലൊക്കേഷൻ. 4024 എന്ന് പറഞ്ഞാൽ ടെക്സ്റ്റ് റെക്കോർഡിൽ നോക്കിയേ 4020 എന്ന് പറഞ്ഞാൽ ദിസ്, പിന്നെ 21, this is 22, this is 23 and this is 24. ഈ 24 ഹാഫ് ബൈറ്റ്സ്, ഓക്കെ, ദിസ് 5 ഹാഫ് ബൈറ്റ്സിൽ നമ്മൾ എന്ത് ആഡ് ചെയ്ത് കൊടുക്കണം? ലിസ്റ്റ് ബിയുടെ വാല്യൂ. വാട്ട് ഇസ് ലിസ്റ്റ് ബിയുടെ വാല്യൂ? 40C3. സോ 40C3 ഹാസ് ടു ബി, ഇവിടെ പ്ലസ് സൈൻ ആണ്, ദിസ് ഹാസ് ടു ബി ആഡഡ് വിത്ത് ദീസ് 5 ബൈറ്റ്സ്. ഹാഫ് ബൈറ്റ്സ് എന്ന് കൂടെ നമ്മൾ ആഡ് ചെയ്തിട്ട് വേണം ഈ ഒരു പോർഷൻ ഓഫ് അഡ്രസ് നമ്മൾ ജനറേറ്റ് ചെയ്ത് എടുക്കണം. ഈ ഒരു പോർഷൻ ഓഫ് അഡ്രസ് നമ്മൾ എന്താ ചെയ്യേണ്ടത്? ജനറേറ്റ് ചെയ്ത് എടുക്കേണ്ടത്. You just have to understand the meaning of it. Okay. So when a modification record is encountered, ആ മോഡിഫിക്കേഷൻ റെക്കോർഡിൽ സ്പെസിഫൈ ചെയ്തിട്ടുള്ള സിമ്പിൾ നമ്മൾ എസ്റ്റാബിൾ ഉണ്ടോ ഇല്ലെന്ന് നമ്മൾ ചെക്ക് ചെയ്യണം. ഉണ്ടെങ്കിൽ നമ്മൾ ഇവിടെ സ്പെസിഫൈ ചെയ്തിട്ടുള്ള ഓപ്പറേഷൻ, ഓക്കെ, ചില സ്ഥലത്ത് പ്ലസ് യൂസ് ചെയ്തിട്ടുണ്ട്, ചില സ്ഥലത്ത് മൈനസ് യൂസ് ചെയ്തിട്ടുണ്ട്. അതിന്റെ ബേസിസിൽ വേണം ഈ സിമ്പിളിനെ ആ ഒരു പെർട്ടിക്കുലർ ലൊക്കേഷനിന്റെ വാല്യൂയുടെ കൂടെ ആഡ് ഇല്ലെങ്കിൽ സബ്ട്രാക്ട് നമ്മൾ ചെയ്ത് കൊടുക്കുന്നത്. Okay, this value is then added to or subtracted from the indicated location in memory. ഇനി അവസാനത്തെ സ്റ്റെപ്പ് എന്താണ്? എൻ്റെ ലോഡറിന്റെ ഇതെല്ലാം ഈ പറഞ്ഞ ഓബ്ജക്ട് കോഡ് എല്ലാം എൻ്റെ മെമ്മറിയിൽ ലോഡ് ചെയ്തു. ഇനി അതിന്റെ എക്സിക്യൂഷൻ ചെയ്യണ്ടേ? ഐ ഹാവ് ടു സ്റ്റാർട്ട് മൈ എക്സിക്യൂഷൻ. എല്ലാം പറഞ്ഞ കൺട്രോൾ സെക്ഷൻസിനെ ഞാൻ എൻ്റെ മെമ്മറിയിൽ ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ വാട്ട് ഇസ് ദ നെക്സ്റ്റ് സ്റ്റെപ്പ്? ഐ ഹാവ് ടു എക്സിക്യൂട്ട് ദ പ്രോഗ്രാം. ആൻഡ് ഹൗ ഡു യു സ്റ്റാർട്ട് ദി എക്സിക്യൂഷൻ? ഒരു പ്രോഗ്രാം എഴുതി കഴിഞ്ഞാൽ അതിന്റെ അവസാനത്തിൽ നിന്നാണോ സ്റ്റാർട്ട് ചെയ്യുന്നത്? അല്ല, വി സ്റ്റാർട്ട് ഫ്രം ദ ഫസ്റ്റ് ലൊക്കേഷൻ ഓഫ് ദ പ്രോഗ്രാം. ആൻഡ് വിച്ച് ഇസ് ദ ഫസ്റ്റ് ലൊക്കേഷൻ ഓഫ് ദ പ്രോഗ്രാം? യു നോ ഇറ്റ് ഇസ് സെഡ് ടു ബി 4000 ലൊക്കേഷൻ. സോ അവിടെ നിന്നായിരിക്കും നമ്മൾ
സ്റ്റാർട്ട് ചെയ്യേണ്ടത്. Okay, so that is the place from where we have to start. You can see that pass-through algorithm ഇവിടെ എഴുതിയിട്ടുണ്ട്. Now ഇതിലും what we have done, we have the begin and we have the end. If you can see here, നമ്മൾ എന്താ ചെയ്തിട്ടുള്ളത്, ഇവിടെ നമ്മൾ രണ്ട് വേരിയബിൾസ് ആണ് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത്. One is set to be CSADDR, that is control section address. അത് നമുക്ക് എവിടെ നിന്ന് എപ്പോഴും കിട്ടുന്നത് പ്രോഗ്രാം അഡ്രസ്. ദാറ്റ് ഇസ് ദ ഫസ്റ്റ് നമ്മൾ ഒ ഐ സിന്ന് നമുക്ക് കിട്ടുന്ന എവിടെ നിന്നാണ് നമ്മൾ എക്സിക്യൂഷൻ തുടങ്ങാനുള്ളത് അതിന്റെ അഡ്രസ് നമുക്ക് ഫസ്റ്റ് കൺട്രോൾ സെക്ഷൻ, ഏത് കൺട്രോൾ സെക്ഷനാണ് നമ്മൾ ഇപ്പോൾ ഇരിക്കുന്നത്, ഫസ്റ്റ് കൺട്രോൾ സെക്ഷൻ, അതിന്റെ അഡ്രസ് എനിക്ക് പ്രോഗ്രാം അഡ്രസ്സിൽ നിന്ന് കിട്ടും. ആൻഡ് ഓൾസോ ദാറ്റ് ഇസ് ദ ഫസ്റ്റ് പോയിന്റ് ഫ്രം വെയർ ഐ ഹാവ് ടു സ്റ്റാർട്ട് മൈ എക്സിക്യൂഷൻ. ഇസ് ദ ഫസ്റ്റ് പോയിന്റ് ഫ്രം വെയർ ഐ ഹാവ് ടു സ്റ്റാർട്ട് മൈ എക്സിക്യൂഷൻ. സോ എക്സിക്യൂഷൻ സ്റ്റാർട്ട് ചെയ്യേണ്ട അഡ്രസ്സും എൻ്റെ പ്രോഗ് ADDR തന്നെയാണ്. അപ്പൊ ഈ രണ്ട് വേരിയബിൾസിന് ഞാൻ സെറ്റ് ചെയ്യാണ്, പ്രോഗ് ADDR വെച്ചിട്ട് ഞാൻ സെറ്റ് ചെയ്ത് കൊടുക്കുക. സെറ്റ് ചെയ്ത ശേഷം ഞാൻ എന്താ ചെയ്യണേ, എൻ്റെ ഇൻപുട്ടിനെ, ദാറ്റ് ഇസ് എൻ്റെ ഓബ്ജക്ട് പ്രോഗ്രാം ഉണ്ടല്ലോ, ഓബ്ജക്ട് പ്രോഗ്രാം എന്ന് പറയുമ്പോൾ യു വിൽ ഹാവ് ദി ഓബ്ജക്ട് പ്രോഗ്രാം ഫോർ യുവർ കൺട്രോൾ സെക്ഷൻ എ, കൺട്രോൾ സെക്ഷൻ ബി ആൻഡ് കൺട്രോൾ സെക്ഷൻ സി. ഓക്കെ, സോ ഇതെല്ലാം കമ്പൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റിലുള്ള കൺട്രോൾ സെക്ഷൻ്റെ ഓരോ ഇൻപുട്ട് ഓരോ ലൈനായിട്ട് ഞാൻ റീഡ് ചെയ്യും, പിന്നെ കൺട്രോൾ സെക്ഷൻ ബി, പിന്നെ കൺട്രോൾ സെക്ഷൻ സി. സോ ഫസ്റ്റ് ഐ റീഡ് ദി ഇൻപുട്ട് ഓഫ് മൈ ഫസ്റ്റ് കൺട്രോൾ സെക്ഷൻ. Okay, so they're saying that read the next input record, header record നമ്മൾ വായിക്കുകയാണ്. ആൻഡ് നമ്മൾ എന്താ ചെയ്യണം, നമ്മൾ കൺട്രോൾ സെക്ഷൻ്റെ ലെങ്ത് CSLTH നമ്മൾ അതിൻ്റെ ലെങ്ത്തിനെ സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. പിന്നെ നമ്മൾ ഓരോ റെക്കോർഡ്സിനെ നമ്മൾ നോക്കും till we don't reach the end record. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ here we give importance to two records. One is said to be called as a text record and the other is said to be called as a modification record. So here we are giving importance to two records. One is said to be called as a text record and the other is said to be called as a modification record. Text record നമ്മൾ എന്താ നോക്കുന്നത്, if the object code is in the character form. നമ്മൾ നേരത്തെ ലാസ്റ്റ് ക്ലാസ്സിൽ പഠിച്ച ഒരു കോൺസെപ്റ്റ് ആണ്. നമ്മൾ നോർമലി ഓബ്ജക്ട് പ്രോഗ്രാം എഴുതുമ്പം അതിൽ ഓരോ എലിമെന്റ്സ് നമ്മൾ എന്തായിട്ടാണ് എഴുതുന്നത്, റൈറ്റ് ഇറ്റ് ആസ് എ ക്യാരക്ടർ അല്ലെ. ആ ക്യാരക്ടർ ഫോമിനെ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ നോക്കണം, നമ്മൾ ഓബ്ജക്ട് കോഡ് ക്യാരക്ടർ ഫോമിലാണെങ്കിൽ നമ്മളുടെ ഇന്റേണൽ റെപ്രസെന്റേഷൻ ഫോമിൽ നമ്മൾ കൺവേർട്ട് ചെയ്യണം. Internal representation form എന്ന് പറഞ്ഞാൽ either it has to be converted to hexadecimal value or it has to be converted to binary value. I already taught you how to convert a character value to binary value or hexadecimal value. അപ്പം നമ്മൾ ഓബ്ജക്ട് കോഡിനെ നോക്കും ക്യാരക്ടർ ഫോമിലാണെങ്കിൽ ഫസ്റ്റിൽ അതിൻ്റെ ഇന്റേണൽ റെപ്രസെന്റേഷൻ ഫോമിലോട്ട് കൺവേർട്ട് ചെയ്യാം. കൺവേർട്ട് ചെയ്ത ശേഷം ആ പെർട്ടിക്കുലർ കോഡിനെ ഞാൻ എന്ത് ചെയ്യണം, അതിൻ്റെതായിട്ടുള്ള മെമ്മറി ലൊക്കേഷനിലോട്ട് അതിനെ മൂവ് ചെയ്യണം. ദാറ്റ് ഓബ്ജക്ട് കോഡ് ഹാസ് ടു ബി മൂവ് ടു ദ കറസ്പോണ്ടിങ് മെമ്മറി ലൊക്കേഷൻ. കറസ്പോണ്ടിങ് മെമ്മറി ലൊക്കേഷൻ എന്ന് പറയുമ്പോൾ എന്താണ്, അതിൽ സ്പെസിഫൈ ചെയ്ത അഡ്രസ്സിലല്ല നമുക്ക് ചെയ്യേണ്ടത്. യു ഹാവ് ടു റീലൊക്കേറ്റ് ഇറ്റ് വിത്ത് റെസ്പെക്ട് ടു ഫ്രം വേർ യു ഹാവ് ബീൻ ആസ്ക്ഡ് ടു ലോഡ് യുവർ പ്രോഗ്രാം. അത് പറഞ്ഞിരിക്കുന്ന CSADDR സ്പെസിഫൈ ചെയ്തിട്ടുണ്ട് എവിടെയാണ് നമുക്ക് നമ്മുടെ പ്രോഗ്രാമിന് ലോഡ് ചെയ്യുന്നത്. സോ ഐ റൈറ്റ് CSADDR പ്ലസ് ദ സ്പെസിഫൈഡ് അഡ്രസ്. ഓക്കെ, ദാറ്റ് ഇസ് വാട്ട് ഐ ഡു. നെക്സ്റ്റ് നമ്മൾ ഒരു ടെക്സ്റ്റ് റെക്കോർഡ് നമ്മൾ റീഡ് ചെയ്യുന്ന ഇൻപുട്ട് ടെക്സ്റ്റ് റെക്കോർഡ് ആണെങ്കിൽ ടെക്സ്റ്റ് റെക്കോർഡിന് വേണ്ടിയുള്ള പ്രോസസ്സിംഗ് ആണ്. ഇപ്പൊ നമ്മൾ റീഡ് ചെയ്യുന്ന റെക്കോർഡ് ടെക്സ്റ്റ് റെക്കോർഡ് അല്ല, അതിന് പകരം മോഡിഫിക്കേഷൻ റെക്കോർഡ് ആണെങ്കിൽ ദാറ്റ് ഇസ് വൈ എൽസ് ഇഫ് ഇറ്റ് ഇസ് ഓഫ് ടൈപ്പ് ടെക്സ്റ്റ് റെക്കോർഡ് യു ഡു ദിസ്. അല്ലെങ്കിൽ നമ്മൾ മോഡിഫിക്കേഷൻ റെക്കോർഡ് ആണെങ്കിൽ നമ്മൾ ഇതാണ് ചെയ്യേണ്ടത്. മോഡിഫിക്കേഷൻ റെക്കോർഡിൽ എന്താ പറഞ്ഞിട്ടുള്ളത്, നമ്മൾ മോഡിഫിക്കേഷൻ റെക്കോർഡിൽ നമ്മൾ അവിടെ സ്പെസിഫൈ ചെയ്ത സിമ്പിൾ ഉണ്ടല്ലോ, ആ സിമ്പിൾ എസ്റ്റാബിൾ ഉണ്ടോ ഇല്ലെന്ന് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കും. യു ബി ചെക്കിംഗ് വെദർ ദാറ്റ് സിമ്പിൾ ഇസ് ദേർ ഇൻ മൈ എസ്റ്റാബ് ഓർ നോട്ട്. എസ്റ്റാബിൾ ഉണ്ടെങ്കിൽ ഞാൻ എന്താ ചെയ്യണേ, ആ സിമ്പിളിനെ ആഡ് അല്ലെങ്കിൽ സബ്ട്രാക്ട്. ഐ ടോൾഡ് യു we either add or we subtract, this plus or minus, we either add or we are said to be subtracting that particular value at the location. നമ്മൾ ആ പെർട്ടിക്കുലർ ലൊക്കേഷൻ്റെ കൂടെ നമ്മൾ ചെയ്യുന്നത്. ദാറ്റ് ഇസ് ഏത് ലൊക്കേഷൻ ആണ്, ആ ലൊക്കേഷൻ നമുക്ക് എവിടെ നിന്നാണ് കിട്ടുന്നത്, വാട്ട് എവർ ഇസ് യുവർ കൺട്രോൾ സെക്ഷൻ അഡ്രസ് പ്ലസ് ദ സ്പെസിഫൈഡ് അഡ്രസ് അല്ലേ. നമ്മളിപ്പോൾ മോഡിഫൈഡ് റെക്കോർഡ്, I hope you have understood that modified record 24 ലൊക്കേഷനിലാണ്. ബട്ട് സത്യം പറഞ്ഞാൽ 24 ലൊക്കേഷനിൽ വേറെ ഏതോ പ്രോഗ്രാം ആണ് ലോഡ് ചെയ്ത് വെച്ചിട്ടുള്ളത്. ആക്ച്വലി നമ്മൾ കൺട്രോൾ സെക്ഷൻ എവിടെ നിന്നാണ് സ്റ്റാർട്ട് ആവുന്നത്, 4000 നിന്നാണ് സ്റ്റാർട്ട് ആവുന്നത്. അപ്പോൾ 4000 പ്ലസ് 24 ദാറ്റ് ഇസ് 4024 ലൊക്കേഷനിലുള്ള കണ്ടന്റ് എന്താണ്, ഈ കണ്ടന്റ്. ആ കണ്ടന്റിന്റെ കൂടെ ലിസ്റ്റ് ബിയുടെ വാല്യൂ എന്താണ്, 40C3. അതിനെയാണ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. ആ ഒരു പെർട്ടിക്കുലർ വാല്യൂ ആണ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. ഓക്കെ, ദാറ്റ് ഇസ് വാട്ട് ദേ ആർ റൈറ്റിംഗ് ഹിയർ, CSADDR പ്ലസ് സ്പെസിഫൈഡ് അഡ്രസ്.
that has to be understood by you. ഇപ്പോൾ ഈ രണ്ട് ടൈപ്പ് ഓഫ് റെക്കോർഡ് അല്ല, ഓക്കെ, നോട്ട് സോറി, ഇപ്പം അവർ പറഞ്ഞ മോഡിഫൈഡ് റെക്കോർഡിൽ നമ്മൾ അങ്ങനത്തെ ഒരു മോഡിഫിക്കേഷൻ റെക്കോർഡിൽ ആ സിമ്പിൾ നമ്മൾ എസ്റ്റാബ്ലിഷ് ഉണ്ടെങ്കിൽ വി ഡു ദിസ്. എസ്റ്റാബ്ലിഷ് ആ പെർട്ടിക്കുലർ സിമ്പിൾ ഇല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റത്തില്ല. സോ ഇൻ ദാറ്റ് കേസ് വി ആർ ഗോയിങ് ടു സെറ്റ് എറർ ഫ്ലാഗ്. നമ്മൾ എന്താ സെറ്റ് ചെയ്ത് കൊടുക്കുന്നത്? വി ആർ ഗോയിങ് ടു സെറ്റ് ദി എറർ ഫ്ലാഗ്. ദാറ്റ് ഇസ് ഇറ്റ് സെറ്റ് ടു ബി ആൻ അൺഡിഫൈൻഡ് എക്സ്റ്റേണൽ സിമ്പിൾ. നമുക്ക് അതിനെ കുറിച്ച് അറിയത്തില്ല. ഇനിയും പിന്നെയും നമ്മൾ റിപ്പീറ്റ് ചെയ്യും, അടുത്ത ഇൻപുട്ട് റെക്കോർഡ് റീഡ് ചെയ്യും, ആൻഡ് വീൽ ചെക്ക് വെദർ ഇറ്റ് ഇസ് എ ടെക്സ്റ്റ് റെക്കോർഡ് ആണെങ്കിൽ ഇത് ചെയ്യും, അല്ല മോഡിഫിക്കേഷൻ റെക്കോർഡ് ആണെങ്കിൽ മോഡിഫിക്കേഷൻ ഇതാണ്, അതിനു വേണ്ടിയുള്ള പ്രോസസ്സിംഗ് ആണ് ഇവിടെ ചെയ്യുന്നത്. And we keep doing this until we don't reach the end record. Once we reach the end record, if an address is specified in the end record, then you have to set the execution address to whatever the address they have specified plus CSADDR. Okay, so whatever address has been specified plus CSADDR. മിക്കതും നമ്മൾ എന്താ ചെയ്യുന്നത്? എക്സിക്യൂഷൻ അഡ്രസ് നമ്മൾ നേരത്തെ തന്നെ നമ്മൾ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ആൻഡ് നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ നോക്കുവാണെങ്കിൽ യുവർ കൺട്രോൾ സെക്ഷൻ ബി ആൻഡ് കൺട്രോൾ സെക്ഷൻ സിയുടെ എൻഡ് റെക്കോർഡിൽ they have not specified the starting address because they do not know about it. അല്ലെ, നമുക്ക് നോർമലി നമ്മൾ ഫസ്റ്റ് കൺട്രോൾ സെക്ഷനിൽ സ്പെസിഫൈ ചെയ്തിരിക്കും, അല്ലെങ്കിൽ നമ്മളെ പ്രോഗ്രാം അഡ്രസ്സിൽ തന്നെ നമുക്ക് എക്സിക്യൂഷനബിൾ അഡ്രസ് നമ്മൾ നേരത്തെ തന്നെ സെറ്റ് ചെയ്ത് കൊടുക്കും. ഓക്കെ, ദിസ് ഇസ് ദ 2 ways of doing it. അല്ലാതെ നമുക്ക് വേറെ കൺട്രോൾ സെക്ഷൻസിന്റെ എൻഡ് റെക്കോർഡിൽ സ്റ്റാർട്ടിംഗ് അഡ്രസ്സിനെ കുറിച്ച് ഒരു ഇൻഫർമേഷനും കാണത്തില്ല. Okay, and once it is all done, once all your object code has been loaded into your നമ്മളെ പ്രോഗ്രാമിന്റെ മൊത്തം നമ്മളുടെ മെമ്മറിയിൽ ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇനി എന്താ ചെയ്യേണ്ടത്? എക്സിക്യൂഷൻ സ്റ്റാർട്ട് ചെയ്യണം. എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടി യു ഹാവ് ടു ജംപ് ടു ദ ലൊക്കേഷൻ which is given by execute address. You have to jump to the location which is given by execute address to start the execution of the loaded program. So as to start the execution of your loaded program. So that was your pass 1 and pass 2 of your assembler. That was the pass 1 and pass 2 of your assembler. Okay, now they say that നമ്മളെ ഈ തന്നിരിക്കുന്ന ഓബ്ജക്ട് പ്രോഗ്രാം ഉണ്ടല്ലോ, ആ ഓബ്ജക്ട് പ്രോഗ്രാമിനെ കുറച്ചുകൂടി യൂസർ ഫ്രണ്ട്ലി ആക്കാൻ വേണ്ടി, നമുക്ക് കുറച്ചുകൂടി എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ വേണ്ടി, ഇൻസ്റ്റെഡ് ഓഫ് യൂസിങ് ദീസ് നെയിംസ്, ഈ പേര് യൂസ് ചെയ്യേണ്ട പകരം അതിന് നമ്പർ വെച്ച് റെഫറൻസ് ചെയ്താൽ കുറച്ചുകൂടെ എളുപ്പമായിരുന്നു. ഓക്കെ, ഇൻസ്റ്റെഡ് ഓഫ് റൈറ്റിംഗ് ദീസ് നെയിംസ്, ഇഫ് യു മേക്ക് യൂസ് ഓഫ് സം നമ്പേഴ്സ് ഓർ സിമ്പിൾസ്, അത് കുറച്ചുകൂടെ എളുപ്പമായിരുന്നു. റെഫറൻസ് നമ്പർ യൂസ് ചെയ്താൽ കുറച്ചുകൂടെ എളുപ്പമായിരിക്കും. എങ്ങനെയാണ് നമ്മൾ ചെയ്യണേ? യു ക്യാൻ കമ്പയർ. ദിസ് ഇസ് ദ വൺ വിത്ത് വിച്ച് വി സ്റ്റഡീഡ് ആൻഡ് ദിസ് ഇസ് ദ മോഡിഫൈഡ് വൺ. ഇവിടെ നോക്കി, ഈ റെഫറൻസ് റെക്കോർഡിൽ ലിസ്റ്റ് ബി, എൻഡ് ബി, ലിസ്റ്റ് സി, എൻ സി എന്ന് മാത്രമേ എഴുതിയിട്ടുള്ളൂ. ബട്ട് ഇവിടുത്തെ കേസിൽ എന്താ എഴുതിയിട്ടുള്ളത്? They have given a reference number to list B as 02. Okay, they have given the reference number for end B as 03. They have given the reference number for list C as 04 and end C as 05. Okay, and whatever belongs to control section A, children, whatever belongs to the prog A, okay, prog A or list A or end A, നമ്മൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ what we do is, normally we don't write list A and end A, we write it as prog A ആണ്, അതിന്റെ ഡിസ്പ്ലേസ്മെന്റ് വെച്ചിട്ട്. അപ്പൊ prog A പറഞ്ഞ് കണ്ടു കഴിഞ്ഞാൽ അതിന്റെ വാല്യൂ എന്തായിരിക്കും? It will be 01. Okay, അതിന്റെ വാല്യൂ എന്തായിരിക്കും? 01. Just see the changes. List B, okay, list B, അതിന് എന്ത് റെഫറൻസ് വാല്യൂ കൊടുത്തിട്ടുണ്ട്? 02. So instead of list B, I will write it as 02. Okay, instead of list C യുടെ വാല്യൂ എന്താണ്? 4. You can see instead of list C, I have written 04. Okay, instead of NC എവിടെ യൂസ് ചെയ്തിട്ടുണ്ട്? NC യുടെ പകരം ഞാൻ എന്താ യൂസ് ചെയ്തിട്ടുള്ളത്? 05. Now what about prog A? Okay, what about prog A? Prog A എന്ന് പറഞ്ഞാൽ ഈ കൺട്രോൾ സെക്ഷന്റെ തന്നെയാണ്. That will be given the number as 01. By default അതിന് 01 ആ കൊടുക്കുന്നത്. ഇവിടെ നോക്കി, ഇവിടെ prog A യൂസ് ചെയ്തിട്ടുണ്ട്, ഇവിടെയും prog A യൂസ് ചെയ്തിട്ടുണ്ട്. So there all we are making use of 01. There all we are making use of 01. So this completes your algorithm as well as the data structure which is being used for your linking loader. Now next we are going to look into the machine independent loader features. Okay, we are going to look into the machine independent loader features. Machine independent loader features നമ്മൾ നോക്കാൻ പോകുന്നത്, first thing that we are going to study is that to be the automatic library search. We are going to study about the automatic library search. It's almost time. So we will continue this in the next class.